വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രകടനം ഓർത്തെടുത്ത് കലോത്സവ നഗരിയിൽ നിന്നും എ റഹീം MP ന്യൂസ് മലയാളത്തോട് പ്രതികരിക്കുമ്പോഴാണ് അവിചാരിതമായി ആ വിദ്യാർത്ഥികൾ ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. തുടർന്നുണ്ടായത് കലോത്സവത്തിലെ വൈകാരിക നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. MT നിലയിൽ നിന്നും ലിജോ വർഗീസ് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. ഞാൻ ഒന്നാമത്തെ വേദിയിലാണുള്ളത്, 1-ാം നമ്പർ വേദിയിലാണുള്ളത്. അവിടെ സംഘ നൃത്തമാണ്, ഏതാണ്ട് പൂർത്തിയാവുന്ന തരത്തിലേക്കാണ്. ഒരു ദിവസം വന്നിരുന്നു തോന്നല്ലേ പാട്ട് പാടാൻ വേണ്ടി? വന്നിരുന്നു, ഗുൽമോഹർ വന്നിരുന്നു. ഞാനിന്നാണ് വരുന്നത്, ഞാനില്ലായിരുന്നു, യാത്രയായിരുന്നു. കർണാടകയിൽ നിന്ന് വൈകുന്നേരം എത്തിയിട്ട് നേരെ മിസ്സാക്കണ്ടെന്ന് കരുതി രാത്രി ഇങ്ങ് പോകുന്നതാണ്. സംഘനൃത്തം കുറേ പരിപാടി കണ്ടു, കുറേ മത്സരാർത്ഥി കണ്ടു. ഗംഭീരമായിട്ടുണ്ട്, എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. എങ്ങനെയാണ് വിധികർത്താക്കൾ എങ്ങനെ വിധി പറയും എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. എങ്കിലും ചിലതൊക്കെ വളരെ ഹൃദയസ്പർക്കായിരുന്നു. അല്ലാതെ നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഗംഭീരം പെർഫോമൻസ് ഉണ്ടായിരുന്നു, തീമുണ്ടായിരുന്നു, വളരെ നന്നാവുന്നുണ്ട്. പിന്നെ സംഘാടനവും മികച്ച നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാ ആളുകളുടെയും മത്സരാർത്ഥികൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏറെ നേരം ചിലവഴിക്കുമ്പോൾ പരിചയപ്പെടുന്ന ആളുകളെല്ലാം തന്നെ വളരെ കംഫർട്ടബിൾ ആണ് എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആരാ പെർഫോം ചെയ്യുന്നത്? മടുത്തിരിക്കുകയാണോ? പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചിമാരുടെ ഡാൻസ് ഒക്കെ കൊള്ളായിരുന്നു. നാളെ വരുന്നുണ്ടോ? നാളെ ഇവർ രണ്ടുപേരും ഇല്ല, എന്നാലും ഞാൻ നാടകം കാണാൻ പോകും. ഹയർ സെക്കൻഡറിയുടെ നാടകം നാളെ നാടകമുണ്ട്, ഹയർ സെക്കൻഡറി നാടകമുണ്ട് ടാഗോറിൽ. രാവിലെ നാടകം കാണണമെന്ന ആഗ്രഹം, ഉച്ചവരെ ഉണ്ട്. ഇവിടെ ഉള്ള സമയം പരമാവധി കലോത്സവ വേദിയിൽ തന്നെയാണ് ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെസ് നമ്പറൊക്കെ തന്നായിരുന്നെങ്കിൽ ഏത് പരിപാടി? ഇത് പണ്ട് മോണോ ആക്ട് അഭിനയിക്കും. മോണോ ആക്ട് പ്രസംഗം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാറ്റിനും പേര് കൊടുക്കുന്ന ഒരാളായിരുന്നു, എല്ലാറ്റിനും. അപ്പോൾ അന്ന് പേര് കൊടുക്കാതിരുന്നൊരു കാര്യം പ്രസംഗമായിരുന്നു. അല്ലെങ്കിൽ പ്രസംഗിക്കാൻ അറിയാമെന്ന് പിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. പാട്ട് പാടാൻ അറിയാത്തതുകൊണ്ട് സമൂഹഗാനത്തിൽ പേര് കൊടുക്കുന്ന ആളായിരുന്നു. കൂടെ പാടിയാൽ മതിയല്ലോ. പക്ഷേ എല്ലാറ്റിലും പേര് കൊടുക്കും. അപ്പോൾ കലോത്സവങ്ങളെന്ന് പറയുന്നത്, പിന്നെ അതിനുശേഷം സ്കൂൾ ജീവിതത്തിന് ശേഷം ക്ലബ്ബ് കലോത്സവങ്ങളുണ്ട്. ഞങ്ങളുടെ ജില്ലയിലെ, തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് ക്ലബ്ബ് കലോത്സവമാണ്. ക്ലബ്ബ് കലോത്സവങ്ങളിൽ മത്സരാർത്ഥിയായും സംഘാടകനായിട്ടും ഒരുപാട് പോയിട്ടുണ്ട്. അമൃത അതുപോലെ തന്നെയാണ്. കാവ്യകേളി അക്ഷരശ്ലോകം പോലെ തന്നെ ഒരു ഭാഷാ കവിതകളുടെ ഒരു മത്സരമാണ്. നമ്മൾ ഈ അന്താക്ഷരി കളിക്കില്ലേ, അതുപോലെ നമ്മൾ 8 വരി ചൊല്ലും. ഭാഷാവൃത്തമായിരിക്കണം, സംസ്കൃത വൃത്തം ആവാൻ പാടില്ല. സംസ്കൃതമായ അത് അക്ഷരശ്ലോകമായി. കാവ്യകേളി മത്സരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നു 3 വർഷം സംസ്ഥാന കലോത്സവ വിന്നറായിരുന്നു. എൻ്റെ പഠിപ്പിച്ച അധ്യാപകൻ സുനിൽ സാർ, അദ്ദേഹത്തിൻ്റെ പാലാഴി ടീം 20ാമത്തെ വർഷവും ഈ വർഷം കുട്ടികളുമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം തന്നെ 20 വർഷം പൂർത്തീകരിച്ച അധ്യാപകൻ തന്നെ 20 വർഷത്തിന് ശേഷം ഇപ്പോഴും വരുന്നുണ്ട് കുട്ടികൾ. രണ്ടുപേരും ഇപ്പം ഇല്ല, കാരണം ഞാൻ അങ്ങനെ നോക്കിയില്ല. പക്ഷെ അതുകൊണ്ട് ഈ കലോത്സവം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം രോമാഞ്ചം വരെ ഞാനിപ്പോ കരഞ്ഞു. കാരണം ചൂരൽമലയുടെ കളിച്ച കുട്ടികള് അതിന്റെ പകുതിയപ്പോ കരഞ്ഞു. അയ്യോ, ഈ കുട്ടികളാണ് ഇവര്. ശരിക്കും പറഞ്ഞാല് അവരെ നിങ്ങൾ എവിടത്തുകാരാ? കാസർഗോഡാണോ? ഞങ്ങൾ കരഞ്ഞു. അതിഗംഭീരായിരുന്നു കേട്ടോ നിങ്ങളുടെ പെർഫോമൻസ്. ഞാൻ എന്നിട്ട് ഇറങ്ങി ചോദിക്കാറോ നിങ്ങൾ എവിടത്തുകാരാണെന്ന്? പറഞ്ഞു കാസർഗോഡാണെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ഇറങ്ങി നിങ്ങളുടെ നൃത്തം കണ്ടിട്ട് കരഞ്ഞു പോയെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നോ? ഈ പാട്ട് അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ, നിങ്ങളിത് ആക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിത് ഡാൻസ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ ആ ഒരു സങ്കടമൊക്കെ നിങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ടോ? ഉൾക്കൊണ്ട് തന്നെയാണ് അവരത് പെർഫോം ചെയ്തത്. മുഴുവൻ പേരും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഗംഭീര തീം. മാസ്റ്റർ ആരാ? നിങ്ങളാണോ? വരികളാണോ? അത് കേരളത്തിന്റെ, വയനാടിന്റെയും ചുരൽമലയുടെയും അതിജീവനത്തിന്റെ വലിയ സന്ദേശമാണ്. ഏതൊരു മലയാളിയുടെയും ചോര തിളപ്പിക്കുന്ന ഗംഭീരമായ തീമായിരുന്നു, വരിയായിരുന്നു, മ്യൂസിക്കായിരുന്നു, അതിലൊരു പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി നിങ്ങളുടെ അറ്റയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗംഭീരം കോസ്റ്റ്യൂമാണ്. നോക്കൂ, അധികം വലിപ്പമൊന്നുമില്ലാതെ എന്നാൽ അത് ഗംഭീരമായിട്ട്. എൻ്റെ എന്താ പറയുക, എൻ്റെ ആസ്വാദനമായിരിക്കില്ല അവിടെ ഇരിക്കുന്ന ജഡ്ജിൻ്റെ.
ഞങ്ങൾ അല്ല വേറൊരാളുടെ വേറെ വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങൾ നോക്കണ്ട. പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഞങ്ങളെ സ്വാധീനിച്ചു. അത് ഞങ്ങൾ പറയാലോ. അതെ അതെ അതെ, വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെ കണ്ടതിൽ സന്തോഷം പിരിയുന്നു. അപ്പോൾ കാണാം, ഇനിയും അടുത്ത ദിവസം കാണാം. ആ അധ്യാപകനെയൊക്കെ കാണാൻ വേണ്ടി വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ വലിയ തോതിലുള്ള മത്സരത്തോടെയും ആവേശത്തോടു കൂടിയും കലോത്സവം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും വരും. ഇന്ന് രാത്രി വൈകിയും ഈ കലോത്സവം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആവേശത്തിൻ്റെ ഒരു രാത്രിയിലേക്ക് നമ്മൾ എത്തുന്നു.